ഇപ്പൊ ഗ്രൂപ്പ് ഡിയിൽ പാരഗ്വേ, ടർക്കി, ഓസ്ട്രേലിയ ഇവരുടെ ഒരു പ്രോസ്പെക്ട്സ് എന്തായിരിക്കും? ടർക്കി ഒരു നല്ല ടീമാണല്ലോ, നമ്മൾ ഇപ്പൊ ഇതിൽ റാങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ടീമാണ്. ടർക്കി മൂന്നാമത് ഫിനിഷ് ചെയ്ത 2002 അതിനുശേഷം കളിച്ചിട്ടില്ല. പക്ഷെ 2002 പോലെ തന്നെ 2002 അവർക്ക് ഹക്കാൻ സൂക്കർ, ഹസാൻ സാസ് 2 സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇത്തവണയും റയൽ മെഡ്രിഡിന്റെ ആർഡ ഗുളറും യുവന്റസിന്റെ കീനാൻ യെൽഡിസും രണ്ടുപേരും ഭയങ്കര കളിക്കാരാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിലുള്ളത് ഹക്കാൻ കലനോഗ്ലു, ഇന്റർ മിലാനിന്റെ ഇപ്പൊ ഇറ്റലിയിലത്തെ ഏറ്റവും ശക്തമായ ടീമിന്റെ മിഡ്ഫീൽഡ് ജനറൽ ആണ് അവിടെ. അപ്പൊ അതേ റോള് തന്നെ നാഷണൽ ടീമിനും കളിക്കും. പിന്നെ എല്ലാ കാലത്തും നല്ല കീപ്പേഴ്സ് ഉള്ള ഒരു ടീമാണ് ടർക്കി സാധാരണ. പിന്നെ അവരുടെയും ശക്തമായ ഒരു ലീഗാണ്. ഈ ടോപ്പ് 5 ലീഗുകൾ കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ടോപ്പ് പ്ലേയേഴ്സ് ഇപ്പൊ പോണ ഒരു ലീഗ് ടർക്കിയാണ്. ഇപ്പൊ മുഹമ്മദ് സാല വരെ ചിലപ്പോൾ ടർക്കിയിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നല്ല ടീം തന്നെയാണ്. സ്പെയിനിന്റെ തൊട്ട് പുറകിൽ ഫിനിഷ് ചെയ്തതാണ് ക്വാളിഫയിങ്ങിൽ. പാരഗ്വേ നമ്മള് നേരത്തെ എക്വഡോറിനെ പറ്റി പറഞ്ഞ പോലെ വളരെ ശക്തമായ ഒരു ഡിഫെൻസീവ് ടീമാണ്. ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അറ്റാക്കിംഗ് കളിക്കാരൻ ഇപ്പൊ പരിശീലന മത്സരത്തിൽ ഇഞ്ചുറി ആയിട്ട് എൻസിസോ പുറത്ത്, എത്രത്തോളം കളിക്കാൻ പറ്റുന്ന ആർക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരുടെ മെയിൻ ഒരു ഇത് അവരുടെ ഡിഫെൻസീവ് സോളിഡിറ്റി ആയിരിക്കും പാരഗ്വേയുടെ. ഓസ്ട്രേലിയയും അങ്ങനെ തന്നെ. അവരുടെ ഇപ്പോഴത്തെ കോച്ച് ടോണി പോപ്പോവിച്ച് മുമ്പ് അവരുടെ ഡിഫൻഡർ ആയിരുന്നു. 2006 അവർ അവസാനത്ത് 16 എത്തിയപ്പോൾ. ഇപ്പൊ പോപ്പോവിച്ച് അവരെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 5-4-1 ഫോർമേഷനിലാണ്. പക്ഷെ അതില് അറ്റാക്കിംഗ് നിരയില് വാട്ട്ഫോർഡിന് കളിക്കുന്ന നെസ്റ്റോറി ഇറാൻകുണ്ട, പിന്നെ മുഹമ്മദ് ടൂറി, ഇവർ രണ്ടുപേരും അഭയാർത്ഥികളാണ്. ഒരാള് ബുറുണ്ടിക്കാരൻ ടാൻസേനിയയിൽ വളർന്നത്, മറ്റേത് ഗിനിക്കാരൻ ലൈബീരിയയില്. അവസാനം രണ്ടുപേരും ഓസ്ട്രേലിയയിലെത്തി. അവര് നല്ല അറ്റാക്കിംഗ് കളിക്കാരാണ്. ഇംഗ്ലണ്ടിന്റെ ചാമ്പ്യൻഷിപ്പിൽ കളിക്കണം. പക്ഷെ മുമ്പ് ഓസ്ട്രേലിയക്ക് ഇല്ലാത്തൊരു അൺപ്രഡിക്റ്റബിലിറ്റി അവരുടെ അറ്റാക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെയും എഴുതി തള്ളാൻ പറ്റില്ല. അപ്പൊ ഈ 3 ടീമിനും ശരിക്കും US-നെ പുഷ് ചെയ്യാനുള്ള കഴിവുള്ള ടീമുകളാണ്. ബെൽജിയം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ജി.